അതെ, ഈ കാണുന്നത് നമ്മുടെ കൊല്ലത്ത് നിന്നും കുണ്ടറയിലോട്ട് പോകുന്ന വഴിക്ക് മാടങ്കാവ്, മുണ്ടഞ്ചിറ മാടങ്കാവിലോട്ട് കയറി അതുവഴി കറങ്ങി നേരെ അപ്പുറത്തെ റോഡ്, അതായത് മാമ്പുഴ റോഡിൽ ചെന്നിറങ്ങുന്ന രണ്ട് റോഡുകളാണേ. ഒന്ന് മുണ്ടഞ്ചിറ മാടങ്കാവ് ടച്ച് ചെയ്ത് ചെന്നിറങ്ങുന്ന റോഡും, ഒന്ന് കോളശ്ശേരി മാടങ്കാവ് ടച്ച് ചെയ്ത് ചെന്നിറങ്ങുന്ന റോഡും. ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ അവിടെ താമസിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ അവിടുന്ന് മാറിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 10-12 കൊല്ലത്തോളമായി. പക്ഷെ ഞാൻ ആ താമസിക്കുന്ന സമയത്തും ഈ റോഡ് ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നും ഈ റോഡുകൾ ഇങ്ങനെ തന്നെ, ഇന്നും ഈ റോഡുകൾ ഇങ്ങനെ തന്നെ. ഒരു മാറ്റവും ഇല്ല. ഇനി അവിടുത്തെ നാട്ടുകാർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണോ, അതോ അവരെ ആവശ്യപ്പെട്ടിട്ടും ആരും ചെയ്തു കൊടുക്കാത്തതാണോ ഇതിന്റെ റീസൺ എന്നറിയില്ല. പക്ഷെ ഇടയ്ക്ക് കുറച്ച് റോഡുകൾ മാത്രം ഒന്ന് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ മെറ്റലിറക്കിയ ഒരു സെറ്റപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയുള്ള റോഡുകൾ എന്താ ഒരു അനക്കവും ഇല്ലാതിരിക്കുന്നതെന്ന് എത്ര ആലോചിച്ചാലും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു ഒരു വർഷമോ 2 വർഷമോ കൊണ്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ചിന്തിക്കാം പെട്ടെന്ന് മാറ്റുന്നു. പക്ഷെ 10-12 കൊല്ലമായിട്ട് ഈ റോഡുകൾ ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഭരിക്കുന്നവരുടെ കഴിവുകേടാണോ, അതോ നമ്മളെപ്പോലെ ഇവരെ ഭരിക്കാൻ വേണ്ടി ജയിപ്പിച്ച് വിട്ട നമ്മളെപ്പോലുള്ള നാട്ടുകാരുടെ കഴിവുകേടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ റോഡിലോട്ടൊക്കെ മഴയത്തൊന്നും ചെല്ലണം. സത്യം പറഞ്ഞാൽ മടുത്തു പോവും. ആ റോഡ് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഒരു ഡെലിവറി പാർട്ണറായ ഞാൻ ഈ പറയുന്ന കണക്ക് ആ വഴിക്ക് വന്നിട്ട് അപ്പുറത്തെ റോഡിലോട്ട് കയറണമെങ്കിൽ ജസ്റ്റ് 1 കിലോമീറ്റർ തികച്ച് കാണത്തില്ല ആ റോഡ് അപ്പുറം കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് കേരളപുരം വഴി പോയി അതുവഴി കറങ്ങി മാമ്പഴയിൽ അങ്ങനെ ചെന്ന് കയറും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാരഥി ജംഗ്ഷനിൽ നിന്ന് കയറി അങ്ങനെ മേക്കോൺ വഴി അങ്ങനെ ചെന്ന് കയറും. അല്ലാതെ ഞാൻ ഈ വഴി പിന്നെ അങ്ങോട്ട് നമുക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വന്നാൽ മാത്രമേ ഞാൻ അങ്ങനെ പോകാറുള്ളൂ. പക്ഷെ അവിടെ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെ പോയാലും സ്ഥിരം അതുവഴി തന്നെയല്ലേ സഞ്ചരിക്കേണ്ടി വരുന്നത്. അവരുടെ ബുദ്ധിമുട്ട് എന്താ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവാത്തത്? ഇനി മനസ്സിലാവാത്തയാണോ, മനസ്സിലായിട്ടും എന്തേലും ആവട്ടെ, പ്രതികരിക്കാൻ ആളില്ലല്ലോ എന്ന് കരുതിയിട്ട് അവർ പ്രതികരിക്കാതിരിക്കുന്നതാണോ? ശരിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ റോഡുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്താൽ എന്തോരം ബുദ്ധിമുട്ട് മാറുമെന്നറിയാവോ. ഇത്രയും കൊല്ലങ്ങൾ കൊണ്ട് ഇങ്ങനെ സഹിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ 2-3 റോഡുകളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും എടുത്ത് നമുക്ക് വീഡിയോ ഇട്ടിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, കാരണം ഞാൻ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആളായതുകൊണ്ട് ഡെയിലി എനിക്ക് എങ്ങനെ പോയാലും കുറച്ചധികം അതുവഴി ഇങ്ങനെ പോവേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നും അല്ല. കണ്ടോ, ഇതുവഴി കറങ്ങി തിരിഞ്ഞ് ജസ്റ്റ് അതുവഴി പോയി ഇതുവഴി വന്നപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കാം.